യാത്രയ്ക്കായി പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് KSRTC ബസ്സുകളാണ്. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ ഭൂരിഭാഗവും പഴഞ്ചൻ ബസ്സുകളാണെന്ന വിവരാവകാശ രേഖ തന്നെ വ്യക്തമാക്കുകയാണ്. ആകെയുള്ള 4717 ബസ്സുകളിൽ 1261 എണ്ണവും 15 വർഷത്തിലേറെ പഴക്കമുള്ളവയാണ്. അതായത് പകുതിയിലധികം. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 9 വർഷത്തിനിടെ പുതിയതായി വാങ്ങിയതാകെ 151 ബസ്സുകൾ മാത്രമാണ്. 350 ബസ്സുകൾ വേറെ വാങ്ങിയെങ്കിലും അതെല്ലാം സ്വിഫ്റ്റ് ബസ്സുകളാണ്. KSRTC ബസ്സുകൾക്ക് കാലപ്പഴക്കം കൂടുമ്പോൾ അത് സ്വകാര്യ ബസ്സുകൾക്ക് ചാകരയായി മാറുകയാണ്. TV പ്രസാദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. TV പ്രസാദ്, ആനവണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കും, ഇപ്പോഴത് വയസ്സൻ വണ്ടിയായി എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. ഏതാണ്ട് പകുതിയിലധികം ബസ്സുകളുടെയും അവസ്ഥ അതാണ്. പുതിയതായി വാങ്ങുന്ന ബസ്സുകളൊക്കെ സ്വിഫ്റ്റ് ബസ്സുകളുമാണ്. അപ്പോൾ സാധാരണക്കാരൻ സഞ്ചരിക്കേണ്ട ബസ്സുകളൊക്കെ വെറും ശകടങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പകുതിയിലേറെയല്ല വിനീത, കണക്ക് കൂട്ടി വരുമ്പോൾ ഏതാണ്ട് 80% പഴഞ്ചൻ ബസ്സുകളാണ് എന്നതാണ്. ഇതിലൊരു ഏറ്റവും കൗതുകമുള്ള ഒരു കണക്കെന്ന് പറയുന്നത് 15 വർഷം പൂർത്തിയാക്കിയ 1261 ബസ്സുകൾ നമ്മുടെ KSRTCക്ക് ഉണ്ട് എന്നതാണ്. ആകെ 4717 ബസ്സുകളാണ് KSRTCക്ക് ഉള്ളത്. മറ്റൊരു കൗതുകകരമായ ഒരു കണക്ക്, പിണറായി സർക്കാർ അധികാരത്തിലേറി 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷത്തിനിടെ KSRTCക്ക് വേണ്ടി മാത്രം വാങ്ങിയത് ഇപ്പോൾ വിനീത പറഞ്ഞതുപോലെ 151 ബസ്സുകൾ മാത്രമാണ്. അതായത് 4717 ആകെ 150 എണ്ണം മാത്രമാണ് ഈ LDF സർക്കാർ വന്നതിന് ശേഷം വാങ്ങിയത്. 350 എണ്ണം വാങ്ങിയെങ്കിലും അത് KSRTCയുടെ കണക്കിൽപ്പെടാത്ത, KSRTC അല്ലാത്ത സ്വിഫ്റ്റിന് വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ 350 എണ്ണം അത് സ്വിഫ്റ്റിന് വേണ്ടി വാങ്ങി. ബാക്കി ബസ്സുകളുടെ കണക്ക്, അതായത് 8 മുതൽ 9 വർഷം വരെ പഴക്കമുള്ള 673 ബസ്സുകൾ കഴിച്ചു നിർത്തിയാൽ 9 വർഷം മുതൽ 15 വർഷം വരെ പഴക്കമുള്ളവയാണ് ബാക്കി എല്ലാ ബസ്സും. അതായത് 4100 ബസ്സുകൾ എന്നതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഈ 4717 തന്നെ ഏതാണ്ട് 700 ബസ്സുകളും ഏകദേശം എല്ലാ സമയവും വർക്ക്ഷോപ്പിലായിരിക്കും. അതിൽ ചിലത് ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലുമാണ് എന്നാണ് KSRTC ജീവനക്കാരെല്ലാവരും പറയുന്നത്. ഇത് മുതലെടുക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സ്വകാര്യ ബസ്സുകളാണ് എന്നതാണ്. അതായത് KSRTCയിൽ യാത്ര ചെയ്യേണ്ട പലരും ഈ പഴഞ്ചൻ ബസ്സുകളായതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ കൂടിയുള്ള റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. ഏറ്റവും കൂടുതൽ ബസ് വാങ്ങിക്കും എന്ന് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും ബസ് വാങ്ങിക്കുന്നില്ല എന്നുള്ളത് അത് KSRTCയുടെ വരുമാന വളർച്ചയെ തന്നെ ദോഷകരമായി ബാധിക്കുന്നുമുണ്ട്. എന്തായാലും ഉള്ളതിൽ ബഹുഭൂരിപക്ഷവും പഴഞ്ചനാണ് എന്നതാണ് KSRTC തന്നെ തന്ന വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകൾ പരിശോധിക്കുന്നത്. അതായത് പ്രസാദ്, ഒരു യാത്ര നമ്മൾ KSRTC ബസ്സിൽ തുടങ്ങിയാൽ അത് എവിടെ ബ്രേക്ക് ഡൗൺ ആകുമെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ മുഖം തിരിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ഉറപ്പായിട്ടും അത് തന്നെയാണ് അതിലൊരു കാര്യവും. അതായത് KSRTC ഒരുപാട് നഷ്ടത്തിൻ്റെ കണക്കുണ്ട്. KSRTC രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെയെല്ലാം പറയുമ്പോഴും പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങാതെ എങ്ങനെ ഈ സംവിധാനത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. പുതിയ ബസ്സുകൾ കൂടിയേ തീരൂ. അതിനുവേണ്ടി നിരന്തരമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തുന്നുണ്ട്. ആനവണ്ടി പ്രേമികളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം അതിനുവേണ്ടിയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ല, സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ബസ്സുകൾ വാങ്ങിക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണവശാലും അത് KSRTCക്ക് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം സ്വകാര്യ മേഖലയിലെ ബസ് ഉടമകൾ കൂടുതൽ കരുത്തരാവും എന്നല്ലാതെ KSRTC ശോഷിച്ചു പോവുകയുള്ളൂ. KSRTC രക്ഷപ്പെടണമെങ്കിൽ പുതിയ ബസ്സുകൾ ഉണ്ടാകണം. ഇതിലിപ്പോൾ 4717 പുതുപുത്തൻ ബസ് എന്ന് പറയാൻ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് 100-ൽ കുറവ് മാത്രമാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.